ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ മാസഫലം. മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവർക്കും ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും അവർക്ക് മേടലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ ആ മേടലഗ്നക്കാർക്കും ജൂലൈ മാസത്തെ ഫലം എങ്ങനെയാകും എന്നുള്ളതാണ്. ഇപ്പോൾ ജൂലൈ മാസത്തെ ഫലം അറിയുന്നതിന് മുമ്പ് ആദ്യം ജൂലൈ മാസത്തിലെ മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ജന്മ ലഗ്ന രാശാധിപനായിട്ടുള്ള ചൊവ്വ 2 സഞ്ചരിക്കുന്ന സമയമാണ്. സൂര്യനാണെങ്കിൽ ജൂലൈ 16 3 നിന്നും 4 രാശി മാറുന്നു. ബുധനാണെങ്കിൽ ജൂലൈ 7 4 നിന്നും വക്രത്തിൽ 3 രാശി മാറുന്നു. ജൂലൈ 24 ആ ബുധൻ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിലാവും. ഗുരു ആണെങ്കിൽ 4 ഉച്ചസ്ഥിതനാണ്. ശുക്രൻ ജൂലൈ 4 നിന്നും 5 രാശി മാറുന്നു. ശനിയാണെങ്കിൽ ഇപ്പോൾ 12 സഞ്ചരിക്കുന്നു. ജൂലൈ 27 മുതൽ ആ 12 നിൽക്കുന്ന ശനി വക്രഗതിയിലാകുന്നു. രാഹു 11 കേതു 5 സ്ഥിതി തുടരുന്നു. അതായത് ജൂലൈ മാസത്തിൽ നമ്മൾ നോക്കുമ്പോൾ ശുക്രനും ബുധനും സൂര്യനും ഈ 3 ഗ്രഹങ്ങൾക്കാണ് രാശിമാറ്റം വരുന്നത്. അതേസമയം അവസാന വാരം ആകുമ്പോൾ ബുധന് വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിലാകുന്നു ബുധൻ. അതുപോലെ ശനിയാണെങ്കിൽ വക്രഗതിയിലാവുന്ന അവസാന വാരം. ഇതാണ് ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശാധിപനായിട്ടുള്ള ചൊവ്വ, ആ ചൊവ്വ അഷ്ടമ ഭാവാധിപനും കൂടിയാണ്, 2 നിൽക്കുന്നു. ശനിയാണെങ്കിൽ 12 അതുപോലെ 2 ശനിയുടെ ദൃഷ്ടിയുണ്ട്, 5 കേതുവുണ്ട്. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല. എങ്കിലും ആഹാരത്തിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കണം. ഇപ്പം ചിലർക്ക് ദന്തസംബന്ധമായിട്ടോ അല്ലെങ്കിൽ ENT സംബന്ധമായിട്ടോ ഷോൾഡർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ചെറിയ തോതിൽ ഉണ്ടായെന്ന് വരാം. അതുപോലെ തന്നെ നമുക്ക് ഈ 3 ബുധൻ വക്രത്തിലൊക്കെ സഞ്ചരിക്കുന്നു. അതുപോലെ അത് 6ാം ഭാവാധിപനും കൂടിയാണ് ആ ബുധൻ എന്ന് പറയുന്നത്. അപ്പോൾ ചിലർക്ക് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായെന്ന് വരാം. അതുപോലെ പാദങ്ങളിലോ എന്തെങ്കിലുമൊക്കെ പെയിൻ, അശ്രദ്ധ കൊണ്ടുള്ള ചെറിയ ചെറിയ വീഴ്ച, ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കുക. ഇപ്പോൾ അതേസമയം വക്രബുധൻ അതുപോലെ ശനി ഒക്കെ തന്നെ 9 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഈ പ്രത്യേകിച്ച് പിതാവിന് ചെറിയ തോതിൽ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കി എന്ന് വരാം. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി നോക്കാം. ഇപ്പോൾ തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10ാം ഭാവാധിപനായിട്ടുള്ള ശനി 12 സഞ്ചരിക്കുകയാണ്. 12ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആണെങ്കിൽ 4 ഉച്ചസ്ഥിതനാണ്. 12 നിൽക്കുന്ന ശനിയെ ആ ഗുരു ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ കർമ്മസ്ഥാനത്തും ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ട്. 16 മുതൽ സൂര്യനും ആ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട്, അതായത് അവസാനത്തെ പകുതി. അപ്പം വിദേശത്തൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് അവിടെ നിലവിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ സഡനായിട്ടുള്ള പരിഹാരം ഉണ്ടാകും. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ 7.5 ശനിയുടെയൊക്കെ ഒരു ദോഷം ഈ സമയത്ത് ഉണ്ട്. അതൊക്കെ കുറയുന്നതിന് പ്രത്യേകിച്ച് ആ ഗുരുവിൻ്റെ ആ 12ാം ഭാവരാശിയിലെ ദൃഷ്ടിക്ക് കഴിയും. അതൊക്കെ നമുക്ക് ഇവിടെ തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷ അനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ തൊഴിലിൽ അവർക്ക് ഉയർച്ച, അതുപോലെ ഈ പ്രമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വന്ന കാലതാമസമൊക്കെ മാറി പ്രമോഷന് സാധ്യതയുണ്ടാകും. അതുപോലെ സർക്കാർ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കൊക്കെ
അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ആ സൂര്യനൊക്കെ രാശിമാറ്റം വരുന്നുണ്ട്, 10ലേക്ക് ആ സൂര്യൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ തൊഴിൽപരമായിട്ട് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ചിലർക്ക് ലീഡർഷിപ്പ് തലത്തിലേക്കൊക്കെ ഉയരാനൊക്കെയുള്ള ഒരു സ്ഥിതി കാണുന്നുണ്ട്. പൊതുവെ ആഗ്രഹിക്കുന്ന തലത്തിൽ 5ാം ഭാവാധിപനും കൂടിയാണ് ആ സൂര്യൻ. ആഗ്രഹിക്കുന്ന തലത്തിൽ തൊഴിലിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. പൊതുവെ നമുക്ക് തൊഴിൽ ഭാഗ്യാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം. ചിലർക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ യാത്രകൾ ഉണ്ടായെന്ന് വരും. അതേസമയം ബുധനൊക്കെ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് എന്നുള്ളതുകൊണ്ട്, അതുപോലെ 2ൽ ചൊവ്വയൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ തൊഴിലിടത്ത് കഴിവതും നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ അല്പം ശ്രദ്ധ കൊടുക്കണം. അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ രേഖകൾ അവയിലൊക്കെ നമ്മൾ ഒപ്പിടുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ വേണം. ഫയലിലൊക്കെ നമ്മൾ നോട്ടുകൾ കുറിക്കുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. അതുപോലെ മേലുദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോഴും നമ്മൾ അഗ്രസീവ് എനർജി കൂടാതെ നോക്കണം. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ വക്രത്തിലാണ്. ബിസിനസ് കാരകനാണ് ബുധൻ. ആ ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. ജൂലൈ 7 മുതൽ 4 നിൽക്കുന്ന ബുധൻ 3ലേക്ക് സ്വക്ഷേത്രത്തിൽ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ബിസിനസ്സിൽ നമ്മൾ നടത്തിയ മാറ്റങ്ങൾ അവയൊക്കെ നമ്മൾ അവലോകനം ചെയ്യുന്ന സമയമായിരിക്കും. അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ അവലോകനം ചെയ്തു പോകേണ്ടുന്ന സമയമായിരിക്കും. അപ്പോൾ ആ ബിസിനസ് ഡിസിഷനൊക്കെ എടുക്കുമ്പോഴും അല്പം കെയർ വേണം. പ്രത്യേകിച്ച് ബുധൻ വക്രസ്ഥിതിയിലാണ്. അതുപോലെ ശുക്രൻ 7ാം ഭാവാധിപനായിട്ട് 5ൽ സഞ്ചരിക്കുന്നുണ്ട്. അത് 7ാം ഭാവത്തിൻ്റെ 11ാം ഭാവമാണ് ഈ 5 എന്ന് പറയുന്നത്. അപ്പോൾ ഭാവസംബന്ധമായിട്ട് ആ ബിസിനസ്സിലൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം, പ്രോഫിറ്റൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ബിസിനസ് എക്സ്പാൻഷനൊക്കെ സാധ്യത ആ ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും നേട്ടങ്ങളുണ്ടാകും. ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, അത്തരത്തിലുള്ള ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാവുന്ന സമയമാണ്. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനെന്ന് പറഞ്ഞ ബുധനാണ്. ആ ബുധൻ ഇപ്പോൾ വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട് 23 വരെ. 23 കഴിയുമ്പോൾ ബുധൻ വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിലാവുന്നു. ഇപ്പോൾ ആദ്യ പകുതി സൂര്യനും ബുധനെ ഒക്കെ തന്നെ 9ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 5ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി പ്രത്യേകിച്ച് ഭാവത്തിൻ്റെ 11ലാണ്, അതായത് നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്. അവസാനത്തെ പകുതി 5ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഗുരുവിനോടൊപ്പം 4ൽ കേന്ദ്രത്തിൽ വരുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് അവസാനത്തെ പകുതി പഠനത്തിൽ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ ഈ 24 മുതൽ അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ ബുധന് വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിൽ വരുന്നു. അതൊക്കെ പഠനത്തിൽ ഫോക്കസ് കൂടും. ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം പഠനത്തിൽ നമ്മൾ വരുത്തിയ മാറ്റങ്ങളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യേണ്ടുന്ന സമയമാണ്. അങ്ങനെ ആ റിവ്യൂ ചെയ്ത് അതിൻ്റെ ഒരു അവസാന വാരമൊക്കെ ആകുമ്പോൾ അതിലെ പോരായ്മകളൊക്കെ പരിഗണിച്ച് നമുക്ക് പഠനത്തിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ വിദേശത്തൊക്കെ ഉന്നത പഠനം ഗവേഷണമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിരിക്കും. അഡ്മിഷനൊക്കെ സാധ്യമാകും. അതുപോലെ ചില കലാതലങ്ങളിലൊക്കെ കോഴ്സുകൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഗുണാനുഭവം ഉണ്ടാകും. 5ലൊക്കെ ആ ശുക്രൻ്റെ സ്ഥിതി അതിന് ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ധനസ്ഥിതി എങ്ങനെ നോക്കാം. ധനസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശാധിപൻ ധനസ്ഥാനത്താണ്, 2ൽ നിൽക്കുകയാണ്. അപ്പോൾ ധനാർജനത്തിനൊക്കെ ഉള്ള ഒരു കാര്യക്ഷമത അല്ലെങ്കിൽ ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ധനവിഷയം ഒക്കെ ചർച്ച ചെയ്യുന്ന സമയമൊക്കെ ആയിരിക്കും കുടുംബത്തിൽ. അങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ധനഭാവാധിപൻ ശുക്രൻ ജൂലൈ 4 മുതൽ 5ലേക്ക് മാറുന്നു. ആ ശുക്രൻ 7ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ആ 11ലൊക്കെ ആ ശുക്രൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് ഈ 11ൽ രാഹുവുണ്ട്. 11ാം ഭാവാധിപനായിട്ടുള്ള ശനി 12ൽ സഞ്ചരിക്കുന്നുണ്ട്. 27 മുതൽ ആ ശനി വക്രത്തിൽ വരുന്നു. അപ്പോൾ ധനാഗമനം കൂടുന്ന സമയം എന്ന് തന്നെ പറയാം. വിദേശ സോഴ്സുകളിൽ നിന്നൊക്കെ ധനം വരുന്നതിന് സാധ്യതയുണ്ട്. അതേസമയം ശനി 12ൽ നിൽക്കുന്ന സമയമാണ്. ആ ശനി 2ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. എങ്കിലും ഗുരു ആ 12 നിൽക്കുന്ന ശനിയെ ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ധനച്ചെലവ് കൂടാം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ധനച്ചെലവ് ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അതുപോലെ നമുക്ക് ഈ ധന വരവുണ്ടാകുന്നത് പോലെ തന്നെ
ധന ചെലവിനും സാധ്യത കാണുന്നുണ്ട്. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. ഇപ്പോൾ വിവാഹത്തെപ്പറ്റി പറയുമ്പോൾ 7ാം ഭാവാധിപനായ ശുക്രൻ ജൂലൈ 4 മുതൽ 5 മാറുകയാണ്. 7ന്റെ 11 ഈ 5 എന്ന് പറയുന്നത്. അപ്പോൾ വിവാഹ ആലോചനകൾക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വയും 5 നിൽക്കുന്ന ആ ശുക്രനെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പൊതുവേ നമുക്ക് വളരെ ക്രിയേറ്റീവ് തലത്തിൽ, അതുപോലെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്താനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചൊവ്വ ശുക്രനെ ദൃഷ്ടി ചെയ്യുന്നു 5. അപ്പോൾ പൊതുവെ പ്രണയചിന്തയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. മാത്രമല്ല പ്രണയബന്ധം ചിലപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അത് വിവാഹത്തിലേക്ക് എത്തിപ്പെടുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ദാമ്പത്യ ബന്ധവും പൊതുവെ സന്തോഷകരമാകും. പ്രത്യേകിച്ച് 7ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 11 നിൽക്കുന്ന സമയമാണ്. ജീവിത പങ്കാളി വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളുണ്ടാകും. പൊതുവെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ്. അതുപോലെ പഠനം, അതുപോലെ ക്രിയേറ്റിവിറ്റി, അതുപോലെ ആർട്ടിസ്റ്റിക് ടാലൻറ്റ്, ഇവയൊക്കെ വികസിപ്പിക്കുന്നതിനൊക്കെ ആ ജീവിത പങ്കാളിയുടെയൊക്കെ ഒരു സഹായം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ കുജൻ 2 നിൽക്കുന്ന സമയമാണ്. അപ്പോൾ കുടുംബകാര്യത്തിൽ അല്പം ഫോക്കസ് കൂടുന്ന സമയം എന്ന് പറയാം. അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ചൊവ്വ എന്ന് പറയുന്നത് അഷ്ടമ ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ പ്രോപ്പർട്ടി സംബന്ധമായിട്ടും ധനസംബന്ധമായിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചിലപ്പോൾ കുടുംബത്തിലൊക്കെ ചർച്ച ചെയ്യുന്ന സമയം കൂടെ ആയിരിക്കും. പ്രത്യേകിച്ച് ആ ചൊവ്വ 2 നിൽക്കുമ്പോൾ ചിലപ്പോൾ അതിനെ ചൊല്ലി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുടുംബത്തിൽ ചിലപ്പോൾ ഉണ്ടായെന്നും കൂടെ വരാം. പ്രത്യേകിച്ച് 2 ചൊവ്വ നിൽക്കുന്നു. ആ 2 നിൽക്കുന്ന ചൊവ്വയെ ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിൽ ചിലപ്പോൾ അത് ധനത്തെ ചൊല്ലിയോ പ്രോപ്പർട്ടിയെ ചൊല്ലിയോ അല്ലെങ്കിൽ കുടുംബ ചെലവിനെ ചൊല്ലിയുള്ള ചില ചർച്ചകൾ ചിലപ്പോൾ ഇവിടെ ഉണ്ടായെന്ന് വരാം. 4 ഗുരു ഉച്ചസ്ഥിതനാണ്. 16 മുതൽ സൂര്യനും 4 വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് വീട്, വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നമ്മളെ വീട് നവീകരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. കുടുംബത്തിൽ ചില ഭാഗ്യാനുഭവങ്ങളും മംഗളകർമ്മങ്ങൾക്കുമൊക്കെ സാധ്യത പ്രത്യേകിച്ച് 4 ആ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് പറയാം, ഗുരുവിൻ്റെ സ്ഥിതി കൊണ്ട് പറയാം. ജൂലൈ 7, 8, 19, 20, 24, 25 ഈ തീയതികൾ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ അത്രത്തോളം അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ ശുഭകർമ്മങ്ങൾ, മംഗളകർമ്മങ്ങൾ, അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നവർ, ഇവയൊക്കെ തന്നെ ഈ ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാനിവിടെ മേടക്കൂറുകാരുടെയും അതുപോലെ ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും മേടലഗ്നക്കാരുടെയും ഫലമാണ് ഇവിടെ പറഞ്ഞത്. പൊതുവേ ഏത് നക്ഷത്രക്കാരായാലും അവർക്ക് മേടലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ആ കൂറിൻ്റെ ഫലത്തെ ഈ ലഗ്നഫലവും കൂടെ സ്വാധീനിക്കും എന്നും കൂടെ അറിയുക. അപ്പോൾ പൊതുവേ നമുക്ക് ഈ മേടക്കൂറുകാർക്ക് ചിലർക്ക് മാത്രമേ മേടലഗ്നം വരികയുള്ളൂ. അപ്പോൾ മേടലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികളാണ് മേടക്കൂറുകാർക്ക് വന്നിട്ടുള്ളതെങ്കിൽ അവരുടെ ലഗ്നരാശി ഏതാണെന്നറിഞ്ഞ് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക. എങ്കിൽ മാത്രമേ ആ ജൂലൈ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. നമ്മൾ കൂറിൻ്റെ ഫലത്തേക്കാളും കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ ലഗ്നം ഏതാണെന്നറിഞ്ഞ ലഗ്നഫലവും കൂടെ കാണാൻ പറയുന്നത്. അതുപോലെ ലഗ്നഫലവും കൂടെ കേൾക്കുക. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം ഇപ്പോഴത്തെ ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഫലങ്ങളാണ്. അതേസമയം ഈ കൂറുകാർക്കും ഈ ലഗ്നക്കാർക്കും ജാതകത്തിൽ അവർക്കിപ്പോൾ നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം ഇവയൊക്കെ തന്നെ അവരുടെ ഈ ഗോചര ഫലത്തെ സ്വാധീനിക്കും. അത് നമ്മൾ ജാതക ചിന്തയിലൂടെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.